ഇതാണ് കൈപ്പുഴക്കാറ്റ്. കണ്ടില്ലേ, സ്വാഗതം കൈപ്പുഴക്കാറ്റ് എന്ന് എഴുതിയത്. ഇവിടെ ഒരു കുഞ്ഞ് മിനി ഓപ്പൺ ജിമ്മുണ്ട്. കണ്ടാൽ വിചാരിക്കുന്നത് ഒരു കുട്ടികളെ പാർക്കാണെന്നാണ്. പക്ഷേ ഇതൊരു മിനി ജിമ്മാണ്. റോഡിൻ്റെ സൈഡിലാണ് ഈ ജിമ്മ് ഉള്ളത്. അപ്പുറത്തേക്ക് വയലാണ്. ഇതിന് ഞാൻ പറയുന്നത് ഊഞ്ഞാലെന്നാണ്. അമ്മ പറഞ്ഞു തന്നതാണ്. കാലിൻ്റെ എന്തൊരു മസിൽ ചെയ്യാനുള്ള സംഭവമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് അറിയൂല. പക്ഷേ കുറേ സാധനമുണ്ട്. വലിയ ആൾക്കാരൊക്കെ വന്നിട്ട് വലുതായിട്ട് ഇങ്ങനെ വർക്കൗട്ടൊക്കെ ചെയ്തു പോകും. പക്ഷേ ഞങ്ങൾക്ക് ഇതൊരു പാർക്കായിട്ടാണ് ഞങ്ങളുടെ ഫീല്. എനിക്കും അച്ഛനും അമ്മയ്ക്കും വരെ ഭയങ്കര ഇഷ്ടമാണ്. ഓർക്ക് രണ്ടാൾക്കും വരെ ഇഷ്ടമുള്ളത് സൺസെറ്റ് കാണാനും സംസാരിച്ചിരിക്കുകയാണ്. എനിക്ക് ഇഷ്ടമുള്ളത് ഈ പാർക്കിൽ കളിക്കാനാണ്. പക്ഷേ സൺസെറ്റ് ആകുമ്പോൾ അപ്പം തന്നെ ഈ സൂര്യൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും. അടിപൊളി സൺസെറ്റാണ്. റെഡും ഓറഞ്ചും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സണ്ണാണ്. പക്ഷേ അമ്മേൻ്റെ ഫോണിൽ അത്ര ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ മര്യാദയ്ക്ക് കാണാൻ പറ്റൂല. പിന്നെ ഇവിടെ നിറച്ചും ഏക്കർ കണക്കിന് വയലാണ്. അപ്പുറത്തും ഇപ്പുറത്തും വയലാണ്. ഇപ്പം കൊയ്ത്ത് കഴിഞ്ഞിട്ട് അവിടെ ആ പാടം വെറുതെ വെള്ളം നിറച്ച് ഇട്ടേക്കുവാണ്. അതിൻ്റെ നടുക്കൂടെയാണ് റോഡുള്ളത്. അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഒരു പാടത്തിന് മുന്നിലായിട്ട് കുറേ പൂക്കളും മരങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. പൂക്കളും പൂക്കളൊന്നും പറിക്കരുത്, മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷെ ചിലവരൊന്നും അത് അനുസരിക്കുന്നില്ല. പിന്നെ ഇവിടെ ജോലി കഴിഞ്ഞ് സ്ട്രെസ്സായിട്ട് ഇങ്ങോട്ട് വരുവാണ്. നല്ല രസമാണ്. ഇത് കൂടെ കുറേ ആൾക്കാർ നടക്കാനൊക്കെ നല്ല രസമാണ്. ഇതിൻ്റെ അപ്പുറത്തേക്കൊക്കെ റോഡുണ്ട്. ഞങ്ങൾ കുറച്ച് നടന്നിട്ട് പിന്നെ തിരിച്ച് വരികയാണ് പതിവ്. ഞങ്ങൾ ഒരു ദിവസം മാത്രം വണ്ടി എടുത്ത് ഇങ്ങനെ പോയിട്ടുണ്ട്, കുറേ പോയിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം മാത്രം. പിന്നെ ഇവിടെ നിറച്ച് മാങ്ങയുടെ സീസണൊക്കെ ആയി. പക്ഷേ ഉണ്ണി മാങ്ങകളാണ് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത്. പിന്നെ ഒരു പ്ലാവുണ്ട്. പ്ലാവിൽ 5 മാസം മുമ്പേ നിറച്ചും ചക്ക ഉണ്ടായിരുന്നേ. പക്ഷേ ഇപ്പോൾ ഇല്ല. കുറച്ച് അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഇരിപ്പിടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നേരെ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ വലിയ റോഡാണ്. അത് കൂടെ പോയിട്ടുണ്ട്. അത് കൂടെ ഒന്നും അത്രയൊന്നും ഞങ്ങൾ പോയില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. കുറേ ഫ്രൂട്ട്സ് ഉണ്ട്, മാങ്ങ, ചക്ക, കുറേ ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. പിന്നെ കോളാമ്പിയാണ് ഞാൻ എപ്പോഴും ഏറ്റവും കൂടുതൽ കാണുന്ന ഫ്ലവർ കോളാമ്പിയാണ്. ഓക്കെ, താങ്ക് യു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അങ്ങനെ